നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്നു. കിഴക്കൻ മേഖലയിൽ UDF ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി. LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ പര്യടനം ചൊവ്വാഴ്ച രാവിലെ മുതൽ. പുന്നലയിൽ ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ അധ്യാപികയുടെ 6 പവന്റെ മാല കവർന്നു. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത. നാട്ടുകാർ പണി തടഞ്ഞതിനെ തുടർന്ന് പത്തനാപുരത്ത് PWD ഉദ്യോഗസ്ഥർ ഇടപെട്ട് പണി നിർത്തിവയ്പ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MA ബേബി ചൊവ്വാഴ്ച കിഴക്കൻ മേഖലയിൽ പര്യടനം നടത്തും. രാവിലെ പുനലൂരിൽ നിന്നാണ് പര്യടനം ആരംഭിക്കുന്നത്. രാവിലെ 8 മണിക്ക് പുനലൂർ TB ജംഗ്ഷനിൽ നിന്നാണ് MA ബേബി കിഴക്കൻ മേഖലയിലെ പര്യടനം തുടങ്ങുന്നത്. ചെമ്മന്തൂരിലും മാർക്കറ്റ് ജംഗ്ഷനിലും വോട്ടർമാരെ കണ്ട ശേഷം സ്ഥാനാർത്ഥി കരവാളൂരിലേക്ക് നീങ്ങും. തുടർന്ന് കൈപ്പള്ളിമുക്കിലേക്ക് പോകുന്ന സ്ഥാനാർത്ഥി അവിടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഇടമണ്ണിലേക്ക് നീങ്ങും. തുടർന്ന് തെന്മല, ആര്യങ്കാവ് എന്നിവിടങ്ങളും സന്ദർശിച്ച് കുളത്തൂപ്പുഴ, ഏരൂർ, അഞ്ചൽ വഴി വൈകുന്നേരം ആയൂരിലെത്തും. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ പര്യടനം തുടരുകയാണ്. നേതാക്കളും പ്രവർത്തകരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. LDFന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ പ്രേമചന്ദ്രൻ ആവേശകരമായ സ്വീകരണങ്ങളാണ് ഓരോ കവലയിലും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ശ്രീ പ്രേമചന്ദ്രൻ വൻപിച്ച ഭൂരിപക്ഷത്തോടെ കൊല്ലം പാർലമെന്റിൽ. കൊല്ലത്ത് RSPക്ക് സീറ്റ് നൽകി സ്വീകരിച്ചത് രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയാണ്. സിറ്റിംഗ് MP N പീതാംബരക്കുറുപ്പിന് KPCCയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം നൽകും. RSPക്ക് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തിയെന്ന് പറയുന്ന എതിർപ്പ് മാധ്യമ സൃഷ്ടിയാണെന്നും ഭാരതീപുരം ശശി പറഞ്ഞു. മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. കോൺഗ്രസിന്റെ സീറ്റായിരിക്കും അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ മുൻ DCC പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഈ അവസരത്തിലാണ് RSP പോലെ നമ്മുടെ ദേശീയ ഇടതുപക്ഷ ഐക്യം ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത ഒരു പാർട്ടി മൂടോടെ UDFിലേക്ക് വരുന്നത്. ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടെയാണ് ഞങ്ങൾ അവരെ സ്വീകരിച്ചതും കൊല്ലം സീറ്റ് അവർക്ക് കൊടുത്തു. ശ്രീ പീതാംബരക്കുറുപ്പിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനം പാർട്ടി ഏൽപ്പിക്കാൻ പോകുക. ഒരു എതിർപ്പും ഇല്ലായിരുന്നു. അത് നിങ്ങളുടെ മാധ്യമക്കാർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും എതിർപ്പൊന്നുമില്ല. RSPക്ക് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാനത്തുമുള്ള നയങ്ങളെ സംബന്ധിച്ച് ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ ഒരു നയവും പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വേറൊരു നയവും അതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. മുൻപ് ദേശീയ RSP ഐക്യത്തിലില്ലാത്തപ്പോഴും കേരളത്തിലെ RSP ഇവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവരെ മുന്നണിയിലേക്ക് സ്വീകരിച്ചതും അവർക്ക് സീറ്റ് കൊടുത്തതും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിലൊന്നും നിങ്ങൾ അലവരസപ്പെടേണ്ടത് എല്ലാം സംസാരിച്ച് ധാരണയുണ്ടാക്കി. UDF ഒറ്റക്കെട്ടാണെന്നും കൊല്ലത്ത് NK പ്രേമചന്ദ്രന്റെ വിജയം ഉറപ്പാണെന്നും പുനലൂർ മധു പ്രതികരിച്ചു. ആദ്യ റൌണ്ടിൽ തന്നെ LDF തകർന്നു വീണതായും അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ മേഖലയിൽ വൻപിച്ച ആവേശത്തോടെയാണ് ചെറുപ്പക്കാരും ഐക്യമുന്നണി പ്രവർത്തകരും ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ അതിജീവിക്കുന്ന ആവേശമാണ് ആര്യങ്കാവിൽ നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ പ്രവർത്തകരിൽ കാണാൻ കഴിയുന്നത്. ഇത് ഐക്യജനാധിപത്യത്തിൻ്റെയും പ്രത്യേകിച്ച് പ്രേമേന്ദ്രൻ്റെയും ഒരു വൻപിച്ച വിജയമായി കാണേണ്ട സമയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്നതുമായ ഒരു പോരാട്ടമാണ് ഇവിടെ. അതുപോലെ രണ്ട് മുന്നണികളുടെയും ജീവൻ മരണ പോരാട്ടം അഭിമാന പ്രശ്നമായിരിക്കും. രണ്ട് മുന്നണികളുടെ എന്ന് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിക്കുണ്ടായ പരാജയം മറച്ചു വെക്കാൻ അവർ ആവേശമൊക്കെ കാണിക്കും. പക്ഷേ ഇവിടെ കൊല്ലത്തെ സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണി വൻപിച്ച വിജയം നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യ റൗണ്ടിൽ തന്നെ ഇടതുപക്ഷ മുന്നണി തകർന്നു വീണ സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറമായി വളരെ അഭൂതപൂർവമായ ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്ന് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നവർ എന്നതിൽ ഞങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് തന്നെ പറയാൻ കഴിയും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. പ്രവർത്തകർ മുഴുവൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, അദ്ദേഹം ബഹുഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. താഴെ തട്ടിൽ
വിവിധ ബൂത്ത് തലത്തിൽ എല്ലാ ബൂത്ത് കമ്മിറ്റികളും രൂപം കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ UDF വാർഡ് കൺവെൻഷനുകൾ നടത്താനുള്ള ഏർപ്പാടുകൾ നടന്നു വരികയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് രൂപപ്പെട്ടു വരുന്നത്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് ആവേശകരമായ സ്വീകരണം. കടക്കലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. പുനലൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ പ്രവേശിച്ച NK പ്രേമചന്ദ്രനെ കടക്കൽ മാർക്കറ്റ് ജംഗ്ഷനിൽ UDF നേതാക്കൾ ആവേശപൂർവ്വം സ്വീകരിച്ചു. KPCC സെക്രട്ടറി MM നസീർ, UDF നിയോജക മണ്ഡലം ചെയർമാൻ ചിത്ര S മുരളീധരൻ നായർ, KPCC അംഗങ്ങളായ പ്രയാർ ഗോപാലകൃഷ്ണൻ, A ഹിദുർ മുഹമ്മദ്, അരുൺ രാജ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഇല്യാസ് റാവുത്തർ, VO സാജൻ എന്നിവർ ചേർന്നാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കടക്കൽ ടൌൺ വരെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയാത്രക്കാരെയും വാഹനയാത്രികരെയും നേരിൽ കണ്ടും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ കടക്കൽ. കിഴക്കൻ മേഖലയിലെ ആദ്യഘട്ട പ്രചരണത്തിൽ UDF ബഹുദൂരം മുന്നിലാണ്. ശനിയാഴ്ച NK പ്രേമചന്ദ്രൻ ആദ്യഘട്ടം പൂർത്തിയാക്കി. അതേസമയം MA ബേബിയുടെ കിഴക്കൻ മേഖലയിലെ പ്രചരണം ചൊവ്വാഴ്ച തുടങ്ങുന്നതേയുള്ളൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കിഴക്കൻ മലയോരത്ത് ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കിയാണ് മേഖലയിലെ പ്രചരണത്തിൽ മുന്നിലെത്തിയത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി MA ബേബിയുടെ കിഴക്കൻ മേഖലയിലെ പര്യടനം ചൊവ്വാഴ്ച തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. UDF ക്യാമ്പിന്റെ അടിത്തട്ട് വരെ ഇളക്കിമറിച്ചാണ് പ്രേമചന്ദ്രൻ ഗോദയിലേക്ക് ഇറങ്ങിയത്. ഇതുവരെ ഇടതുമുന്നണിയിലായിരുന്ന പ്രേമചന്ദ്രനെ അപരിചിതത്വമൊന്നുമില്ലാതെ തന്നെ UDF ക്യാമ്പ് സ്വീകരിച്ചുവെന്നാണ് മേഖലയിലെ UDF നേതാക്കൾ വ്യക്തമാക്കുന്നത്. വളരെ ഗംഭീരമായ തുടക്കമാണ്. വളരെ സന്തോഷകരമാണ്. വളരെ ഹാപ്പിയാണ്. എല്ലാവരും, എല്ലാ പ്രവർത്തകരും വളരെ സജീവമായിട്ട് 100% ആളുകളും ഈ നീക്കത്തിനെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സമയമാണ്. ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. RSPBയിലെ പ്രവർത്തകരും ഇപ്പം നമ്മൾ കൂടിക്കഴിഞ്ഞു, അവരും പ്രവർത്തനത്തിലുണ്ട്. എല്ലാം ഫുൾ സ്വിംഗിൽ മുന്നോട്ട് നീങ്ങാം. മുന്നണിയിൽ പാർട്ടി വ്യത്യാസമില്ലാതെയുള്ള യുവജന സാന്നിധ്യവും പ്രേമചന്ദ്രന്റെ പ്രചരണത്തിന് വേഗം കൂട്ടിയിട്ടുണ്ട്. യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യയിൽ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഒരു യുവാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കളും യുവതികളും 85% വരുന്ന ഇന്ത്യയിലെ ജനസംഖ്യയുടെ 85% വരുന്ന യുവതികളും യുവാക്കളും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഇന്ന് യുവജനങ്ങൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ നമ്മുടെ നാടിനുണ്ടായ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ പൂർണ്ണമായും നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മത്സരിക്കുന്ന പ്രേമചന്ദ്രൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടും. പുനലൂർ, അഞ്ചൽ, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, ആയൂർ, കടക്കൽ, ഓയൂർ തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രേമചന്ദ്രൻ ഓടിയെത്തിയത് ചുരുങ്ങിയ സമയം കൊണ്ടാണ്. അടുത്തിടെ LDF വിട്ട പ്രേമചന്ദ്രനെ വിജയിപ്പിക്കണമെന്നുള്ള ലക്ഷ്യം മാത്രമാണ് മുന്നണിയിലെ ഘടകകക്ഷികൾക്കുള്ളത് എന്ന് UDFിലെ എല്ലാ നേതാക്കളും ആണയിട്ട് പറയുന്നു. അദ്ദേഹം കഴിവ് തെളിയിച്ച ഒരു മന്ത്രിയാണ്, കഴിവ് തെളിയിച്ച ഒരു MP-യാണ്. ഇക്കാലത്തെയും സ്വരച്ചേർച്ച ഇല്ലായ്മ ഒഴിവാക്കിക്കൊണ്ട് ഐക്യമായി നിന്നുകൊണ്ട് ഐക്യജനാധിപത്യം മുഴുവൻ ഘടകകക്ഷികളും ഏകോദര സഹോദരങ്ങളെപ്പോലെ MK പ്രേമചന്ദ്രനെ വിജയിപ്പിക്കുവാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതേസമയം UDF കിഴക്കൻ മേഖലയിൽ പ്രചരണത്തിൽ ബഹുദൂരം മുന്നേറിയെങ്കിലും തങ്ങളുടെ വോട്ടർമാരിൽ വ്യക്തമായ വിശ്വാസം പുലർത്തി തന്നെയാണ് LDFന്റെ നീക്കം. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് MA ബേബി എന്നതിനാൽ സർവ്വസന്നാഹവും അണിനിരത്താൻ CPMന്റെ അണികൾ സർവ്വസജ്ജമാണെന്ന് നേതാക്കൾ പറയുന്നു. മുന്നണി വിട്ട പ്രേമചന്ദ്രനെതിരെ മേഖലയിലെ CPI നേതൃത്വവും ശക്തമായി രംഗത്തുണ്ട്. ചൊവ്വാഴ്ച തുടങ്ങുന്ന ഇടതു പ്രചരണം വേറിട്ടതാക്കാനുള്ള ഒരുക്കത്തിലാണ് LDF ക്യാമ്പ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് കൊല്ലം. ഇലക്ഷൻ ഡെസ്ക് ലൈവ് വാർത്ത.
പുന്നലയിൽ ബൈക്കിലെത്തിയ സംഘം പട്ടാപ്പകൽ അധ്യാപികയുടെ മാല കവർന്നു. 6 പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടപ്പെട്ടത്. പന്തളം തോന്നക്കൽ സ്കൂളിലെ അധ്യാപിക പുന്നല ദാറുൽ സലാം ഭവനത്തിൽ സുഹറ സലീമിന്റെ 6 പവൻ തൂക്കം വരുന്ന താലിമാലയാണ് ബൈക്കിലെത്തിയ ഇരുവർ സംഘം തട്ടിയെടുത്തത്. സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ അധ്യാപിക പുന്നലയ്ക്ക് സമീപം മാമൂട് എന്ന സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഇരുവർ സംഘം ബൈക്കിലെത്തി മാല പിടിച്ചുപറിച്ച് കടന്നു കളഞ്ഞത്. ഞാൻ പത്തനാപുരത്തുനിന്ന് പുന്നലയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. മാല അകത്ത് കിടക്കുമായിരുന്നു. എന്നിട്ട് പൊട്ടിച്ചോണ്ട് കൂടി ഇടിക്കാൻ വന്നിട്ട് ബൈക്ക് വന്നിട്ട് എന്നെ ഇടിച്ച് തള്ളിയിടാൻ തുടങ്ങി. എവിടെ വെച്ചായിരുന്നു? മാമൂട് ജംഗ്ഷൻ. ആ മരുതിമൂട് കഴിഞ്ഞിട്ട് താഴോട്ടൊരു ഇറക്കം ഉണ്ടല്ലോ, ആ ഇറക്കത്ത് വെച്ച് ഇടിക്കാൻ വന്നപ്പോ ഞാൻ സൈഡിലോട്ട് വണ്ടി ഒതുക്കി ഇടിക്കാൻ വരുവാന്നോന്ന് ചോദിച്ചോണ്ട് അന്നേരം ഇങ്ങനെ ആഞ്ഞു പിറയിരുന്നോ അകത്ത് കിടക്കുമായിരുന്നു മാല. ഞാൻ ഒരു കൈ കൊണ്ട് മാലയെ പിടിച്ചപ്പം പൊട്ടിച്ചോണ്ട് ഓടി. പകുതി എന്റെ കൊച്ചിരി പാകം കിട്ടി. എത്ര പവൻ ഉണ്ടായിരുന്നു മാല? 6 പവന്റെ മാല. 5 പവന്റെ മാലയും 1 പവന്റെ താലി. പത്തനാപുരം പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാലമോഷ്ടാക്കളുടെ വിളയാട്ടം തുടരുന്നു. ബൈക്കിൽ കറങ്ങി നടന്ന മാല പൊട്ടിക്കുന്ന സംഘത്തെ പിടികൂടാനാവാതെ പോലീസ് കുഴയുകയാണ്. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. കടയ്ക്കൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ MC റോഡിലും ഇട റോഡുകളിലും വഴിയാത്രക്കാരെയും സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെയും തടഞ്ഞു നിർത്തി മാല മോഷ്ടിക്കുന്ന സംഘത്തിന്റെ സ്വൈര്യവിഹാരം തുടങ്ങിയിട്ട് നാളുകളേറെയായി. MC റോഡിൽ കുരിയോടിന് സമീപം IPM സ്കൂൾ അധ്യാപിക സുജാദേവിയുടെ 4.5 പവന്റെ സ്വർണ്ണമാല കവർന്നതാണ് ഒടുവിലത്തെ സംഭവം. ചടയമംഗലം പോലീസിന് പരാതി നൽകിയെങ്കിലും പ്രതികളെ പിടികൂടാനായില്ല. കടയ്ക്കലിലും പരിസര പ്രദേശങ്ങളിലും നിരവധി മാലമോഷണങ്ങളും മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. വിവിധ സ്റ്റേഷനുകളിൽ മുൻപ് പിടിയിലായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തിയാൽ മോഷ്ടാക്കളെക്കുറിച്ച് വിവരം ലഭിച്ചേക്കാം. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ബൈക്കിൽ കറങ്ങി നടക്കുന്ന മാലമോഷ്ടാക്കളെ പിടികൂടാനായിട്ടില്ല എന്നതാണ് വാസ്തവം. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. സനാതന സന്ദേശത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുന്ന തലമുറ വളർന്നു വരേണ്ടതുണ്ടെന്ന് സ്വാമി ഉദിത് ചൈതന്യ. കുന്നിക്കോട്ട് ആറ്റൂർക്കാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ദുഷ്ട മനസ്സിന്റെ കൂടെ ചേരുമ്പോൾ നല്ല മനസ്സും ദുഷ്ട മനസ്സിന്റെ കയ്യിലേക്ക് വീണു പോകുമ്പോൾ അപ്പറയാം. ഒരു കൈയിൽ ഒരിക്കലും തെറ്റ് ചെയ്യുന്ന ആരും സ്വപ്നത്തിൽ വിചാരിക്കും. പക്ഷെ ഒരു മന്ദരയുടെ മനസ്സിൽ വീണപ്പോൾ ഒരു കൈയിലേക്ക് ഒരു കുലം തകർക്കാൻ സാധിച്ചു. വിശക്കുന്നവന് മുന്നിൽ ആഹാരമായും രോഗിക്ക് മുമ്പിൽ മരുന്നായും എത്തുന്നവരാണ് ദൈവങ്ങളെന്ന് സ്വാമി ഉദിത് ചൈതന്യ പറഞ്ഞു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ മഹാഗുരുക്കന്മാർ നടത്തിയ പോരാട്ടങ്ങൾ വിസ്മരിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മനസ്സിൽ സ്നേഹം നശിക്കുന്നതുകൊണ്ടാണ് ആത്മഹത്യകൾ വർദ്ധിക്കുന്നത്. സഹജീവികളെ കരുതലോടെ സ്നേഹിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വേനൽ ചൂടിൽ വാടിത്തളരുന്ന വഴിയാത്രക്കാർക്ക് സൌജന്യമായി കുടിവെള്ള വിതരണം നടത്തുന്ന തിരക്കിലാണ് അഞ്ചൽ ടൌണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. എല്ലാ ദിവസവും കുടിവെള്ള വിതരണം നടത്തുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. വേനൽ കടുത്തതോടെയാണ് വഴിയാത്രക്കാർക്ക് ദാഹജലം നൽകാൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സൌജന്യ കുടിവെള്ള വിതരണത്തിന് തുടക്കമിട്ടത്. അഞ്ചൽ SI മനോജ് കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു. ദിവസവും മുടങ്ങാതെ കുടിവെള്ള വിതരണം തുടരുമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ലൈവ് വാർത്തയോട് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ദാഹജലം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളിവിടെ നമ്മുടെ അഞ്ചൽ SI അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് മുതൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ഇത് നിർത്തലാക്കാതെ തന്നെ ഇത് നല്ലൊരു സംരംഭമായിട്ട് മൊത്തം ഒരു പൊതുസേവനമായിട്ട് ഞങ്ങൾ അത് കണക്കാക്കി നല്ല രീതിയിൽ യാതൊരു മുടക്കവും വരാതെ അത് ചെയ്യാനുള്ള എല്ലാ ഒരു ഉത്സാഹവും ഞങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. എന്നത്തേക്കും ഇവിടെ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിനുള്ളൊരു ക്ഷാമമാണ്. അതിന്റെ മെയിൻ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം ഇവിടെ ചെയ്തേക്കുന്നത്. ടൗണിൽ തൊഴിലാളികൾ മധുരവിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ PWD ഉദ്യോഗസ്ഥരെത്തി പണി നിർത്തിവെപ്പിച്ചു. കരാറുകാരൻ വൻ അഴിമതി നടത്തിയെന്ന് ആക്ഷേപമുണ്ട്. പത്തനാപുരം മാലൂർ മണമ്പുവിള കോയിക്കൽമുക്ക് റോഡിന്റെ അറ്റകുറ്റപ്പണികളിലും ടാറിങ്ങിലുമാണ് നാട്ടുകാർ അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയത്. തകർന്ന കാൽനടയാത്ര പോലും ദുസ്സഹമായ റോഡിൽ വേണ്ട രീതിയിൽ ടാർ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ആരോപണം. വെള്ളം നീക്കം ചെയ്ത് ടാർ ഉറപ്പിക്കാതെ ക്വാറി വേസ്റ്റ് പാകിയ ശേഷം ടാറിടാനുള്ള നീക്കമാണ് നാട്ടുകാർ തടഞ്ഞത്. ഇവിടെ നിന്ന് ടാർ പോലും ഒഴിക്കാതെ വെറ്റിൽ ചോറിന് ഉറപ്പിക്കാതെ വെള്ളം ഒഴിക്കാതെ ഈ രൂപത്തിൽ ഇത് മൊത്തം ആദ്യം 2-3 പിള്ളേർ ഇങ്ങോട്ട് വരും. ഈ റോഡ് വെട്ടിക്കുഴിച്ച് ഈ മണ്ണെടുത്ത് കുറച്ചിടും, കുറച്ച് മെറ്റില് കൈ കൊണ്ടില്ല വെള്ളം വാഴയ്ക്ക് വെള്ളം തളിക്കുന്നതിന്റെ കൂടെ കുറച്ച് വെള്ളം തളിക്കും.
JCBയിൽ എത്തിക്കുന്ന പാർക്വാറി വേസ്റ്റ് അതുപോലെ റോഡിലിടുകയാണ്. നാട്ടുകാർ പണി തടയുമ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികൾ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ തുടരുകയായിരുന്നു. PWD റോഡിൽ പണികൾ നടത്തുമ്പോൾ PWD ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന നിയമവും ഇവിടെ പാലിച്ചിട്ടില്ല. 1.5 കിലോമീറ്റർ വരുന്ന റോഡിനായി ടാറും മെറ്റിലും ചിപ്സും മറ്റും ഇറക്കി PWD അധികൃതരുടെ സാന്നിധ്യത്തിൽ അളന്ന ശേഷം കരാറുകാരന്റെ മറ്റ് സൈറ്റുകളിലേക്ക് ഇവ എത്തിച്ചതായും ആക്ഷേപമുണ്ട്. റോഡ് പണിയിലെ അശാസ്ത്രീയതയും ക്രമക്കേടും മനസ്സിലാക്കിയ നാട്ടുകാർ PWD അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ ഉദ്യോഗസ്ഥൻ തുടർന്നുള്ള പണികൾ നിർത്തിവയ്പ്പിക്കുകയായിരുന്നു. പറഞ്ഞിരുന്നു ഫസ്റ്റ് വന്നപ്പോഴേ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് നാട്ടുകാർക്ക് എന്നും ഉപയോഗപ്പെടേണ്ട റോഡാണ്. കാരണം പല അപകടങ്ങൾ ഇവർ ഇളക്കിയിട്ടിരുന്ന മിറ്റിൽ വീണ്ടും ഇവിടുന്ന് മിറ്റിൽ വരെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇവർക്ക് റോഡ് നല്ല രീതിയിൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. അവരത് ഉൾക്കൊള്ളാതെ അവർ അവരുടേതായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം പുള്ളി എഞ്ചിനീയർ വന്നു. ഇപ്പം മറ്റുള്ള നാട്ടുകാർ മുഴുവൻ നേരത്തെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇതിനുവേണ്ടി എല്ലാ സപ്പോർട്ടുകളും ചെയ്തുകൊണ്ട് നാട്ടുകാർ പല ആവർത്തി ഇവരോട് പറഞ്ഞതാ, ഇത് എന്നും പ്രയോജനപ്പെടുത്ത രീതിയിൽ ചെയ്യുക എന്ന് ഇവരോട് പല ആവർത്തി പറഞ്ഞിട്ട് ഇവരത് ഉൾക്കൊള്ളുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ തിരുവാതിര ചൊവ്വാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം മുല്ലക്കര രത്നാകരൻ MLA ഉദ്ഘാടനം ചെയ്യും. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായ കുതിരയെടുപ്പ് മാർച്ച് 10-നായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും ആചാരാനുഷ്ഠാനങ്ങളും നടന്നു. മാർച്ച് 18-ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് R. ഗോപകുമാർ അധ്യക്ഷനാകും. സെക്രട്ടറി K. വേണു സ്വാഗതം പറയും. പ്രശസ്ത കവയത്രി സുഗതകുമാരി മുഖ്യ പ്രഭാഷണം നടത്തും. സിനിമാ സംവിധായകൻ പത്മകുമാർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്യും. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. ശിവദാസൻ പിള്ള എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്യും. രാത്രി 12-ന് തിരുമുടി എഴുന്നള്ളിപ്പും തിരിച്ചെഴുന്നള്ളിപ്പും നടക്കും. തുടർന്ന് ആകാശ ദീപക്കാഴ്ചയും നടക്കും. കുരിശിയോടെ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കടയ്ക്കലിൽ റോഡ് വികസനത്തിനായി കൃഷിവകുപ്പ് വിട്ടുനൽകിയ സ്ഥലം പൊതുമരാമത്ത് വകുപ്പ് അന്യാധീനപ്പെടുത്തുന്നു. കടയ്ക്കൽ മാർക്കറ്റിന് സമീപത്തെ പൊന്നുവിലയുള്ള ഭൂമിയാണ് പുറമ്പോക്കായി ഉപേക്ഷിക്കുന്നത്. നിലമേൽ മടത്തറ റോഡിൽ കടയ്ക്കൽ മാർക്കറ്റിന് സമീപത്തെ വളവ് നിവർത്തലിനായി കടയ്ക്കൽ കൃഷിഫാമിന്റെ വക 30 സെന്റ് സ്ഥലമാണ് PWDക്ക് കൈമാറിയത്. 2.5 വർഷം മുൻപാണ് സ്ഥലം കൈമാറിയത്. റോഡ് വികസനത്തിന്റെ ഭാഗമായി വയൽ മണ്ണിട്ടുയർത്തി മെറ്റലിട്ടതല്ലാതെ ഇവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനവും ഉണ്ടായിട്ടില്ല. 3 കോടിയോളം രൂപ വില വരുന്ന ഭൂമി ഇപ്പോൾ പുറമ്പോക്കായി മാറിയ അവസ്ഥയിലാണ്. മാർക്കറ്റിൽ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും തെരുവു കച്ചവടക്കാർക്ക് വ്യാപാരം നടത്താനുമായുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടം. പാരിപ്പള്ളി മടത്തറ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റെടുത്ത സ്ഥലത്ത് റോഡിന്റെ വികസനം ഉണ്ടാകാനുള്ള സാധ്യതയും മങ്ങിയിരിക്കുകയാണ്. വളവ് നിവർത്തണമെന്ന് 2010-ൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പൊതുവായ ആവശ്യമെന്ന നിലയിൽ ഫാമിന്റെ പ്രവർത്തനത്തിന് വിഘാതം സംഭവിക്കാതെ സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കൃഷിവകുപ്പിന് കത്ത് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് അന്ന് കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന മുല്ലക്കര രത്നാകരൻ സ്ഥലം വിട്ടു നൽകാൻ ഉത്തരവിടുകയായിരുന്നു. 2011-ൽ കൃഷിവകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയ പൊന്നും വിലയുള്ള സ്ഥലമാണ് ഇപ്പോൾ പുറമ്പോക്കായി അന്യാധീനപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്നു. കിഴക്കൻ മേഖലയിൽ UDF ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി. LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ പര്യടനം ചൊവ്വാഴ്ച രാവിലെ മുതൽ. പുന്നലയിൽ ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ അധ്യാപികയുടെ 6 പവന്റെ മാല കവർന്നു. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത. നാട്ടുകാർ പണി തടഞ്ഞതിനെ തുടർന്ന് പത്തനാപുരത്ത് PWD ഉദ്യോഗസ്ഥർ ഇടപെട്ട് പണി നിർത്തിവയ്പ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.